ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വൻ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ് അഗ്നിശമന സേനാംഗങ്ങൾ. ഇവരുടെ സേവനങ്ങൾക്ക് പലപ്പോഴും അംഗീകാരം ലഭിക്കാറില്ല എന്നതാണ് വസ്തുത. എന്നാൽ മിഠായി തെരുവിൽ അടുത്തിടെയുണ്ടായ തീപിടുത്തത്തിൽ നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിച്ച സേനയെ അഭിനന്ദിക്കാൻ വ്യാപാരികളും ജനപ്രതിനിധികളും അടക്കമുള്ളവരാണ് എത്തിയത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. മിഠായി തെരുവ് പൈതൃക സംരക്ഷണം വ്യാപാരികളെ ഒഴിപ്പിക്കാതെ ചർച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്ന് മേയർ. മിഠായി തെരുവ് തീപിടുത്തത്തിൽ സ്തുത്യർഹ സേവനമനുഷ്ഠിച്ച അഗ്നിശമന സേനാംഗങ്ങൾക്ക് നഗരത്തിന്റെ ആദരം. കള്ളുഷാപ്പ് നടത്താനുള്ള അനുവാദം സഹകരണ സംഘങ്ങൾക്ക് നൽകരുതെന്ന് കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ. അഭിഭാഷക ലോകത്തിന്റെ കുലപതിക്ക് അന്ത്യാഞ്ജലി. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് സിറ്റി കൌൺസിലിന്റെയും മിഠായി തെരുവ് ആക്ഷൻ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മിഠായി തെരുവ് തീപിടുത്തത്തിൽ നിസ്വാർത്ഥ സേവനമനുഷ്ഠിച്ച ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കറിനെയും സേനാംഗങ്ങളെയും ആദരിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കറിനെയും സഹസേനാനികളായ KL ജോമി, P അജിത് കുമാർ, റോബി വർഗീസ്, VK ബിജു തുടങ്ങിയവർക്കാണ് നഗരം ആദരവറിയിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് സിറ്റി കൌൺസിലിന്റെയും മിഠായി തെരുവ് ആക്ഷൻ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ സേനാംഗങ്ങളെ ആദരിച്ചു. മിഠായി തെരുവ് പൈതൃക സംരക്ഷണം വ്യാപാരികളെ നിലനിർത്തി ചർച്ച ചെയ്ത് ജനാധിപത്യ രീതിയിലേ നടപ്പാക്കൂവെന്ന് മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സംരക്ഷണത്തിന്റെ ഭാഗമായി കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമെങ്കിൽ വ്യാപാരികളുമായി ചർച്ച നടത്തും. ഇത്തരം നല്ല പദ്ധതികൾക്ക് വ്യാപാരികളുടെ സഹകരണം കൂടി ആവശ്യമാണെന്നും മേയർ വ്യക്തമാക്കി. എന്തിനെങ്കിലും ആശങ്കപ്പെട്ട കാര്യം നിങ്ങളോടും കൂടി ചർച്ച ചെയ്തിട്ട് തന്നെ ചെയ്യുള്ളൂ. അല്ലാതെ പട്ടാള ഭരണമൊന്നും നാട്ടിലില്ല. 100% ജനാധിപത്യം തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ഭയപ്പെട്ട കാര്യമില്ല. പക്ഷേ കേൾക്കുമ്പോഴത്തേക്ക് അതിനെ എതിർക്കാനുള്ള പ്രവർത്തനം. ചടങ്ങിൽ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായിച്ച ചുമട്ടുതൊഴിലാളികളെയും ആര്യഭവൻ ഹോട്ടൽ മാനേജിംഗ് പാർട്ണർ രൂപേഷ് കോളിയോട്ടിനെയും അനുമോദിച്ചു. ചടങ്ങിൽ സിറ്റി കൌൺസിൽ പ്രസിഡന്റ് CA റഷീദ് അധ്യക്ഷനായിരുന്നു. സൌത്ത് AC അബ്ദുൾ റസാഖ്, TP അബ്ദുൾ ഷഫീഖ്, CS നടരാജൻ, K ഹസൻകോയ, O അബ്ദുൽ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഏപ്രിൽ 1 സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം നടപ്പിൽ വരുമെന്ന് സെബാസ്റ്റ്യൻ പോൾ. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ളുഷാപ്പ് നടത്താനുള്ള അനുവാദം സഹകരണ സംഘങ്ങൾക്ക് നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞു.
സഹകരണ മേഖല വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യവുമായാണ് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കള്ളുഷാപ്പ് നടത്തിപ്പിന് സുപ്രീംകോടതി ഏർപ്പെടുത്തിയ വിലക്കുകൾക്കെതിരെയാണ് സമരക്കാർ പ്രതിഷേധം ശക്തമാക്കിയത്. പാതയോരത്ത് 500 മീറ്റർ ദൂരപരിധി പിൻവലിക്കുക, പരമ്പരാഗത ലൈസൻസികളെ സംരക്ഷിക്കുക, സഹകരണ സംഘങ്ങൾക്ക് കള്ളുഷാപ്പ് അനുവദിക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ഓഫീസിന് മുൻപ് നടന്ന ധർണ XNB ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 1 സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം നടപ്പിൽ വരുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സഹകരണ സംഘങ്ങൾക്ക് കള്ളുഷാപ്പ് നടത്താനുള്ള അനുവാദം നൽകരുതെന്നും പരമ്പരാഗത ലൈസൻസുകൾക്ക് തന്നെ അതിനുള്ള ചുമതല നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് സഹകരണ സംഘങ്ങളെ നിർബന്ധമായും കൊണ്ടുവരണം എന്ന ഒരു ആവശ്യത്തിന് നിലപാട് ആർക്കുമില്ല. പക്ഷെ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നയം വരുമ്പോൾ സഹകരണ സംഘങ്ങൾക്ക് കൂടി കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് നമ്മെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കി എടുക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹകരണ സംഘങ്ങളെ എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് കൊണ്ടുവരരുത് എന്ന കാര്യം വളരെ ഫലപ്രദമായി അധികാരികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട്. കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AB ഉണ്ണി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ, കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ ഉപദേഷ്ടാവ് രജികുമാർ, സംസ്ഥാന സെക്രട്ടറി അജിത് ബാബു എന്നിവർ സംബന്ധിച്ചു. അഭിഭാഷക ലോകത്തിന്റെ കുലപതിക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനും മുൻ അഡ്വക്കേറ്റ് ജനറലുമായിരുന്ന M രത്നസിംഗിന് ഔദ്യോഗിക ബഹുമതികളോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. അഭിഭാഷക ലോകത്തിന്റെ കുലപതിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാട് യാത്രാമൊഴി നൽകി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അഡ്വക്കേറ്റ് ജനറൽ M രത്നസിംഗ് ലോകത്തോട് വിട പറഞ്ഞത്. സിവിൽ ക്രിമിനൽ നിയമശാഖകളിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം 1953 അഭിഭാഷക വേഷമണിയുന്നത്. 6 പതിറ്റാണ്ട് പിന്നിട്ട അഭിഭാഷക വൃത്തിയിൽ കോളിളക്കം സൃഷ്ടിച്ച പല കേസുകളിലും ഹാജരായിട്ടുണ്ട്. ജീവിതത്തിലുടനീളം ഓരോ അണുവിലും മാന്യത പുലർത്തിയ വ്യക്തിയെയാണ് രത്നസിംഗിന്റെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായത്. ഡിഫൻസ് വക്കീലന്മാരുടെ നിരയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് കേരളത്തിലെ അഭിഭാഷക നിരയിൽ നിന്ന് അഡ്വക്കേറ്റ് ജനറൽ പദവിയിലെത്തിയ ആദ്യ വ്യക്തികളിലൊരാളായി അദ്ദേഹം മാറുകയും ചെയ്തു. ക്യാപ്റ്റൻ ഡോക്ടർ MI അച്യുതന്റെയും തലശ്ശേരി എളമ്പാളി കുടുംബാംഗം ജാനകിയമ്മയുടെയും മകനാണ് രത്നസിംഗ്. കോഴിക്കോട് കിഴക്കേ നടക്കാവ് വസതിയിൽ പൊതുദർശനത്തിന് ശേഷം മാവൂർ റോഡ് ശ്മശാനത്തിലാണ് അന്ത്യകർമ്മങ്ങൾ നടന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്ന ശവസംസ്കാര ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു. മതിയായ നഷ്ടപരിഹാരം നൽകാതെ റോഡ് വികസനത്തിനായി ഇനി ഒരു കച്ചവട സ്ഥാപനങ്ങളും ഒഴിഞ്ഞു തരില്ലെന്ന് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസന പീഡിത കൂട്ടായ്മ. മാർച്ച് 15 വാ മൂടിക്കെട്ടി പ്രതിഷേധ സമരം നടത്താനൊരുങ്ങുകയാണ് ഈ കൂട്ടായ്മ. അവിടെ യാതൊരു വികസനവും വന്നിട്ടില്ല, അവർക്കായിട്ട് സാമ്പത്തികമായ യാതൊരു സഹായവും കിട്ടിയിട്ടില്ല. ജനങ്ങളെ പറ്റിച്ചു നടത്തുന്ന രാഷ്ട്രീയ നാടകമാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ നടക്കുന്നതെന്ന് വികസിത പീഡിത കൂട്ടായ്മ ആരോപിച്ചു. 500 കോടി വരുന്ന പദ്ധതിയിൽ ഒരു നടപടിക്ക് പോലും കഴിയാത്ത അധികാരിവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് സംഘടന. ഇതിന്റെ ഭാഗമായി തൊഴിലുപേക്ഷിച്ചും സ്ഥാപനങ്ങൾ അടച്ചിട്ടും മാർച്ച് 15 രാവിലെ 10 മണിക്ക് നടക്കാവ് ഗവൺമെന്റ് UP സ്കൂൾ പരിസരത്ത് നിന്നും ഭരണസിരാ കേന്ദ്രമായ കലക്ടറേറ്റിലേക്ക് വായ മൂടിക്കെട്ടി പ്രതിഷേധ സ്മൃതിയാത്രയോടുകൂടി തുടക്കം കുറിക്കും. സമാപന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപാധ്യക്ഷൻ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. ഹനീഷ് പതിയേരി, പ്രവീൺ ജെറാൾഡ്, പ്രസാദ് തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒന്നിച്ച് അനുവദിക്കുക, പെൻഷൻകാർക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന പെൻഷനേഴ്സ് സംഘ് ധർണ നടത്തി. PRKMS ഓൾ ഇന്ത്യ കമ്മ്യൂണിറ്റി മെമ്പർ P ദിനേശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് കേരള സംസ്ഥാന പെൻഷനേഴ്സ് സംഘ് കലക്ടറേറ്റിന് മുന്നിൽ ജില്ലാ ധർണ സംഘടിപ്പിച്ചത്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒന്നിച്ചനുവദിക്കുക, പെൻഷൻകാർക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷൻകാർ പ്രതിഷേധം ശക്തമാക്കിയത്. PRKMS ഓൾ ഇന്ത്യ കമ്മ്യൂണിറ്റി മെമ്പർ P ദിനേശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യാതൊരുവിധ പുരോഗമനവുമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ബഡ്ജറ്റാണ് ഇത്തവണയും പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇങ്ങനെ കേരളത്തിലെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ജനങ്ങളുടെയും
സ്വത്തിനും യാതൊരു സുരക്ഷയുമില്ലാത്തൊരവസ്ഥയ്ക്ക്, ജീവനും സ്വത്തിനും സുരക്ഷിതമല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നത് വസ്തുതയാണ്. പെൻഷനേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് കറുത്തേടത്ത് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് സംഘ് പ്രസിഡന്റ് സി ശ്രീധരൻ മാസ്റ്റർ, സെക്രട്ടറി ടി അനിരുദ്ധ്, ബിജെപി പ്രസിഡന്റ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, കോർപ്പറേഷൻ കൌൺസിലർ നമ്പിടി നാരായണൻ, ജില്ലാ ട്രഷറർ സോമൻ നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കുറ്റിക്കാട്ടൂർ അർബോൾ ഒരുക്കുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 2017 മാർച്ച് 10 മുതൽ 31 വരെ 5% മുതൽ 30% വരെ വിലക്കുറവ്. പരമ്പരാഗത ഫർണിച്ചറുകൾ, ആധുനിക വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, സുവാരി, ബെല്ല മലേഷ്യ, ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, അർബോൾ തുടങ്ങിയ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റ്, സോഫ, ഡൈനിംഗ്, ഓഫീസ് ഫർണിച്ചർ, ഹാൻഡിക്രാഫ്റ്റ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അർബോൾ കുറ്റിക്കാട്ടൂർ. ഫോൺ 8943-894-360, 8943-894-364. By Taylor and India lose their first wicket. നിനക്ക് പുതിയ നെക്ലസ്. നൈസ്. ഇതതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ്. കൊള്ളാം. ഹലോ. Really? Thank you. Yes. Hey, എന്താണ്ടായേ? നമുക്ക് ഗോൾഡ് ബാർ കിട്ടി ലക്കി ഡ്രോയിൽ. അത് എനിക്കല്ലേ? For me, please. ആഭരണങ്ങളുടെ ഉത്സവം, 15 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഒപ്പം നേടും അഷ്വർഡ് ഗിഫ്റ്റ്. പ്രതിവാരം ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് ബാർ നേടാൻ അവസരം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. SC/ST വിഭാഗക്കാരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പട്ടികക്ഷേമ സമിതി നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ചന്ദ്രൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ SC/ST വിഭാഗക്കാരോടുള്ള അവഗണനയ്ക്കെതിരെ സമരം ശക്തമാക്കുകയാണ് പട്ടികക്ഷേമ സമിതി. കേന്ദ്ര കേരളയുടെ ബജറ്റിനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. പട്ടികജാതിക്കാരുടെ ക്ഷേമം കണക്കിലെടുക്കാതെയുള്ള ബജറ്റുകളാണ് നിലവിലുള്ളതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM സെക്രട്ടേറിയറ്റ് അംഗം കെ ചന്ദ്രൻ മാഷ് കുറ്റപ്പെടുത്തി. പട്ടികജാതിക്കാരെ തഴഞ്ഞുള്ള നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി വിഭാഗങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവെക്കാനാണ്. അവർക്ക് പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആദ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ SC/ST വിഭാഗക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, TCP TST ഫണ്ട് പുനഃസ്ഥാപിക്കുക, ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ബജറ്റ് വിഹിതം അനുവദിക്കുക, നരേന്ദ്ര യാദവ് കമ്മിറ്റി ശുപാർശകൾ നടപ്പിലാക്കുക തുടങ്ങിയവയാണ് സുപ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് നീക്കം. OM ഭരദ്വാജ്, KT സുനിൽകുമാർ, PT ബിന്ദു, ശശി മാസ്റ്റർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഗവൺമെന്റ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ 2 ദിവസത്തെ റിസർച്ച് മെത്തഡോളജി സെമിനാറിന് തുടക്കമായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം നീളുന്ന റിസർച്ച് മെത്തഡോളജി ശില്പശാലയ്ക്കാണ് ഗവൺമെന്റ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ തുടക്കമായത്. കോളേജിൽ നടന്ന ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ KKN കുറുപ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ ഖാദർ പറമ്പത്ത്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് HOD M ഉഷ, ഡോക്ടർ K രാമകൃഷ്ണൻ, ഡോക്ടർ ജോസഫ് കച്ചറായിൽ, K സമ, VK സന്തോഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പിന്നീട് റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റൈലിനെ ആസ്പദമാക്കി നടന്ന സെഷനിൽ ഡോക്ടർ ജോസഫ് കച്ചറയിൽ, ഡോക്ടർ മീര KP തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. രണ്ടാം ദിനത്തിൽ ടൂൾ ഡെവലപ്മെന്റ്, തിയറി ആൻഡ് പ്രാക്ടീസ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ തുടങ്ങിയ വിഷയങ്ങളിൽ മേഖലയിലെ വിദഗ്ധർ സംസാരിക്കും. കർണാടകയിലെ ഗുൽബർഗ്, ഗാന്ധിഗ്രാം റൂറൽ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലെ പ്രഗത്ഭരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ശില്പശാല ബുധനാഴ്ച സമാപിക്കും. കേരളത്തിലെ 10,000-ഓളം വരുന്ന റിട്ടയർഡ് കോളേജ് അധ്യാപകർ ഒരുമിക്കുന്നു. പ്രൊഫസേഴ്സ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് കീഴിലാണ് അധ്യാപകർ ഒരുമിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും
യുവതി യുവാക്കൾക്കും പ്രയോജനകരമാകുന്ന വിവിധ പദ്ധതികളും സേവനങ്ങളുമാണ് സൊസൈറ്റിയിലൂടെ ലഭ്യമാകുന്നത്. സംസ്ഥാനത്തെ വിവിധ ഗവൺമെന്റ് എയ്ഡഡ് ആർട്സ് സയൻസ് കോളേജുകളിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരുടെ പുതിയ കൂട്ടായ്മയാണ് പ്രൊഫസേഴ്സ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി. വിശ്രമ ജീവിതത്തിലും സമൂഹത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയാണ് അധ്യാപകർ ഒരു കുടക്കീഴിൽ ഒരുമിക്കുന്നത്. തികച്ചും ചാരിറ്റബിൾ സ്വഭാവമാണ് സൊസൈറ്റിക്ക്. സേവനമാണ് തത്വശാസ്ത്രം. വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിയുന്നത്ര ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക വഴി ആ മേഖലയുടെ സമഗ്ര പുരോഗതിയാണ് സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന് സാരഥികൾ പറയുന്നു. ഈ ലക്ഷ്യം നേടാനായി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും യുവതി യുവാക്കൾക്കുമൊക്കെ പ്രയോജനകരമായ വിവിധ പദ്ധതികളും സ്ഥാപനങ്ങളും പ്രാവർത്തികമാക്കാൻ അതിവിപുലമായ പരിപാടികൾക്കാണ് സൊസൈറ്റി രൂപം നൽകിയിട്ടുള്ളത്. പരിശീലന കേന്ദ്രം, ഫിനിഷിംഗ് സ്കൂൾ, ഗൈഡൻസ് സെന്റർ, കൌൺസിലിംഗ് സെന്റർ, അക്കാദമിക് സേവനങ്ങൾ, കൺസൾട്ടൻസി സർവീസ്, വിവിധ ഗവേഷണ പ്രൊജക്ടുകൾ തുടങ്ങിയ സേവനങ്ങളും സൊസൈറ്റിക്ക് കീഴിൽ ലഭ്യമാക്കുമെന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പിൽ ഓവർ പ്രവൃത്തികൾ അടക്കം വിവിധ പദ്ധതികൾക്ക് കോർപ്പറേഷൻ കൌൺസിൽ അംഗീകാരം നൽകി. 2016-17 വർഷം നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതി തുക പൊതു ടാപ്പുകളുടെ വെള്ളക്കരം അടയ്ക്കുന്നതിന് ചിലവഴിക്കാനും മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച കൌൺസിൽ യോഗം തീരുമാനിച്ചു. 4.5 കോടി രൂപയുടെ സ്പിൽ ഓവർ പ്രവൃത്തികളടക്കം വിവിധ പദ്ധതികൾക്ക് കോർപ്പറേഷൻ കൌൺസിൽ അംഗീകാരം നൽകി. 2014-15 വർഷം തയ്യാറാക്കിയ 2015-16 വർഷത്തെ സ്പിൽ ഓവർ പദ്ധതിക്കാണ് സർക്കാരിന്റെ അനുമതിയോടെ അംഗീകാരം നൽകിയത്. 2016-17 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗീകരിച്ചത്. സാധാരണ ഒരു വർഷം കഴിഞ്ഞാൽ ലാപ്സ് ആകുന്ന പദ്ധതികളാണ് പ്രത്യേക അനുമതി നേടി തുടരുന്നത്. 2016-17 വർഷം നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതി തുക പൊതു ടാപ്പുകളുടെ വെള്ളക്കരം അടയ്ക്കുന്നതിന് ചെലവഴിക്കാനും മേയർ തോട്ടത്തിൽ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗം തീരുമാനിച്ചു. മാനാഞ്ചിറ അറ്റകുറ്റപ്പണിക്കായി വകവരുത്തിയ 15 ലക്ഷം രൂപയിൽ പൂർത്തിയാക്കാനുള്ള പ്രവൃത്തികൾക്കായി 8,80,000 രൂപയുടെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് കൌൺസിൽ അംഗീകാരം നൽകി. റോഡുകൾ, അംഗനവാടികൾ, സ്കൂളുകൾ തുടങ്ങിയ 40ഓളം പദ്ധതികളാണ് കൌൺസിൽ അംഗീകരിച്ചത്. സമയപരിധി കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോകേണ്ടിയിരുന്ന സ്പിൽ ഓവർ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് അനുമതി നേടിയെടുത്തതിൽ സംസ്ഥാന സർക്കാരിനെയും മേയറെയും അംഗങ്ങൾ അഭിനന്ദിച്ചു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KV ബാബുരാജ്, M രാധാകൃഷ്ണൻ, PC രാജൻ, അനിത രാജൻ, അംഗങ്ങളായ തോമസ് മാത്യു, കിഷൻ ചന്ദ്, PM നിയാസ്, നമ്പിടി നാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ജാതിമത ചിന്തകൾക്ക് അതീതമായി സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി J. ജയനാഥ് മാറാട് ജിനരാജദാസ് സ്കൂളിൽ നടന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗികാതിക്രമം, കുടുംബസുരക്ഷ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറാട് ജനമൈത്രി പോലീസ് സ്റ്റേഷനും കടലോര ജാഗ്രതാ സമിതിയും ജിനരാജദാസ് JRC യൂണിറ്റും സംയുക്തമായാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗികാതിക്രമം, കുടുംബസുരക്ഷ എന്ന സെമിനാർ സംഘടിപ്പിച്ചത്. ജിനരാജദാസ് സ്കൂളിൽ നടന്ന സെമിനാർ ജില്ലാ പോലീസ് മേധാവി J. ജയനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ജാതിമത ചിന്തകൾക്ക് അതീതമായി സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ നമ്മൾ എന്ത് പ്രശ്നം നേരിട്ടാലും അത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന മതത്തിന്റെ പേരിൽ കിടന്ന് അടിക്കുന്ന, ഞാൻ ആരും മതത്തിന്റെ പേരിൽ ആരും അടിക്കാൻ പോയിട്ടില്ല, പക്ഷെ അടിക്കുന്ന ആളുകൾ അതൊന്ന് ആലോചിക്കണം. ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കത് നേരിടാൻ പറ്റത്തുള്ളൂ. വിദ്യാലയ ജാഗ്രതാ സമിതി ജില്ലാ കോർഡിനേറ്റർ അജി ടീച്ചർ, ശശികുമാർ പുറമേരി തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. സൌത്ത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ KG റോയ്, ചിത്രാവതി ടീച്ചർ, സുധീർ PP, അബ്ദുൽ കരീം, അംബുജാക്ഷൻ, കൃഷ്ണൻകുട്ടി PM തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ടീം മാനേജറും പ്രമുഖ ഫുട്ബോൾ സംഘാടകനുമായിരുന്ന T. അബൂബക്കർ അനുസ്മരണം നടന്നു. അനുസ്മരണ സമ്മേളനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. T. അബൂബക്കർ സ്മാരക അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ടീം മാനേജറും പ്രമുഖ ഫുട്ബോൾ സംഘാടകനുമായിരുന്ന T. അബൂബക്കറിനെ അനുസ്മരിച്ച് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒത്തുചേർന്നു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. T. അബൂബക്കർ സ്മാരക അവാർഡ് സ്പോർട്സ് ലേഖകൻ K. അബൂബക്കറിന് മേയർ സമ്മാനിച്ചു. കളിക്കളങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് കോഴിക്കോടിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഫുട്ബോളിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടന്നുവരികയാണ്. സംഘാടകനായി കായിക മേഖലയിൽ നിറഞ്ഞുനിന്ന T. അബൂബക്കർ ജീവിത നിയോഗമായാണ് ഇതിനെ കണ്ടിരുന്നതെന്നും മേയർ അനുസ്മരിച്ചു. ഒരു പരിധിവരെ ഞാൻ ഒരുപാട് ചീത്ത കേട്ട ഒരാളാണ്. അതിന് സ്റ്റേഡിയം പൂർത്തീകരിക്കാൻ കഴിയാത്ത നമ്മുടെ ബാസിയൊക്കെ ചെറുക്കിയപ്പോൾ
പക്ഷെ എന്തുകൊണ്ടോ ഒരു മഹാഭാഗ്യം കൊണ്ട് എൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ അത് തുറന്നു കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ ഉദ്ഘാടനം അന്ന് തന്നെ എനിക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചു. എന്തോ ഒരുപക്ഷെ ഒരു ജീവിത നിയോഗം കൊണ്ട് അത്രയും ചീത്ത കേട്ടിട്ടുണ്ട് തന്നെ. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ശരിക്കും പറഞ്ഞാല് ഇപ്പം കുട്ടികളൊക്കെ ഇപ്പം വഴി മാറിപ്പോയി തരുന്നത്. KFA സീനിയർ വൈസ് പ്രസിഡന്റ് KP സണ്ണി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. EV ഉസ്മാൻ കോയ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരത്തൂർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. T ഹാഷിം അധ്യക്ഷത വഹിച്ചു. പഴയകാല ഫുട്ബോൾ താരം ലെഫ്റ്റ് ഔട്ട് കുഞ്ഞുവിനെ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി ആദരിച്ചു. ജില്ലയിലെ ഈ വർഷത്തെ മികച്ച സബ് ജൂനിയർ താരം T ജയശങ്കറിനെയും പരിപാടിയിൽ ആദരിച്ചു. ജയശങ്കറിന് ഫുട്ബോൾ കിറ്റ് സമ്മാനിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ കോച്ച് CPM ഉസ്മാൻ കോയ, ബാസി മലാപ്പറമ്പ്, CJ റോബിൻ, രാംദാസ്, കൌൺസിലർ M സെലീന, K അബൂബക്കർ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ കളിസ്ഥലങ്ങളെക്കുറിച്ച് KFTC നിർമ്മിച്ച് പ്രസാദ് V ഹരിദാസ് സംവിധാനം ചെയ്ത ജേർണി ടു ദി ഗോൾ ഡോക്യുമെന്ററി പ്രകാശനവും നടന്നു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അട്ടിമറിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുകയാണെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് KP പ്രകാശ് ബാബു. സ്വന്തമായി വീട് എന്ന സ്വപ്നത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖലാ കാര്യാലയത്തിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ സ്വന്തമായി കയറിക്കിടക്കാനൊരു വീട് എന്ന സ്വപ്നത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖലാ കാര്യാലയത്തിന് മുന്നിൽ BJP പ്രതിഷേധ ധർണ നടത്തി. 2022 ഭാരതത്തിൽ സ്വന്തമായി വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആവാസ് യോജന പദ്ധതി അട്ടിമറിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുകയാണെന്നും പാവപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിനാവശ്യമായ കെട്ടിക്കിടക്കുന്ന പ്ലാനുകൾ ഉടൻ പാസാക്കി കൊടുത്ത് ജനങ്ങളുടെ തീരാദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മേഖലാ കാര്യാലയം ഉപരോധിക്കുന്നതടക്കമുള്ള സമരപരിപാടിക്ക് BJP തയ്യാറാകുമെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി ഈ ബേപ്പൂരിൽ BJP വിജയിച്ച വാർഡിൽ അങ്ങ് അട്ടിമറിക്കാമെന്ന് ഏതെങ്കിലും ധിക്കാരികൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഞങ്ങൾ തിരുത്തിക്കും. BJP ബേപ്പൂർ ഏരിയ പ്രസിഡന്റ് KP ബൈജു അധ്യക്ഷനായ സമരത്തിൽ BJP ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് P പരമേശ്വരൻ, അരക്കിണർ ഏരിയ പ്രസിഡന്റ് KP നിഷാദ് കുമാർ, കൌൺസിലർമാരായ N സതീഷ് കുമാർ, തോട്ടപ്പായിൽ അനിൽകുമാർ, പൊന്നത്ത് ഷൈമ, ബേപ്പൂർ ഏരിയ സെക്രട്ടറി AV ഷിബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാറുന്ന കാലാവസ്ഥയും തോട്ടവിളകൾക്കുള്ള പ്രകൃതി വിഭവ പരിപാലനവും എന്ന വിഷയത്തിൽ മാർച്ച് 16, 17 തീയതികളിൽ CWRDMൽ ദ്വിദിന സെമിനാർ സംഘടിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ അടക്ക സുഗന്ധവിള വികസന ഡയറക്ടറേറ്റിന്റെ സഹകരണത്തോടെയാണ് സെമിനാർ. മാറുന്ന കാലാവസ്ഥയും തോട്ടവിളകൾക്കുള്ള പ്രകൃതി വിഭവ പരിപാലനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ദ്വിദിന ദേശീയ സെമിനാർ. കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിൽ മാർച്ച് 16, 17 തീയതികളിൽ സെമിനാർ അരങ്ങേറും. കേന്ദ്ര സർക്കാരിന്റെ അടയ്ക്ക സുഗന്ധവിള വികസന ഡയറക്ടറേറ്റിന്റെ സഹകരണത്തോടെയാണ് ശില്പശാല. കാർഷിക മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികളും അതിജീവിക്കാനുള്ള മാർഗങ്ങളുമാണ് ശില്പശാല ചർച്ച ചെയ്യുന്നത്. സെമിനാർ കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ K മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും. സെമിനാറിലെ വിവിധ സെഷനുകളിലായി 134 പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത്. 145 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ശില്പശാലയിൽ കാലാവസ്ഥാ വ്യതിയാനവും കേരളത്തിലെ വരൾച്ചയും ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട്, ഇന്ത്യയിലെ ജലസ്രോതസ്സുകളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, തസ്ഥിതിയും ഭാവിയും, മാറുന്ന കാലാവസ്ഥയും വരൾച്ചയും, തോട്ടവിള പരിപാലനം, കണിക ജലസേചനം ഒരുപടി മുന്നോട്ട്, വരും കാലങ്ങളിലേക്കുള്ള കാലാവസ്ഥാ അതിജീവന തോട്ടവിളകൾ, സുസ്ഥിര സുഗന്ധവിള ഉൽപാദനം തുടങ്ങിയ വിഷയങ്ങളിൽ 5 മുഖ്യ പ്രഭാഷണങ്ങളും ഒരുക്കുന്നുണ്ടെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളിലെ ആകാംക്ഷയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. നിരന്തരമായ ഇടപെടലുകളിലൂടെ മാത്രമേ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. വിസ്ഡം കോളേജും എക്സൈസ് വിഭാഗവും സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വിസ്ഡം കോളേജിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലെ ആകാംക്ഷയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നിരന്തരമായ ഇടപെടലുകളിലൂടെ മാത്രമേ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആകാംക്ഷയായിട്ട് ഇത് കഴിയുന്നു. എല്ലാ കുട്ടികളിലും ഒരു ആകാംക്ഷ ഉണ്ടാവും. ഒരു പ്രാവശ്യം കഴിച്ച് നോക്കാം. എല്ലാ ആളുകളും ലഹരിയെ സംബന്ധിച്ച് പറയുന്നത് നമ്മൾ ഒരു പ്രാവശ്യം ഇത് കഴിച്ച് നോക്കാം. ഒരു തമാശയായിട്ടാണ് ഇത് തോന്നുക. കോളേജ് പ്രിൻസിപ്പൽ പി രാജേഷ് മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫറോക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പീതാംബരൻ RT, കോഴിക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ ശരത് ബാബു P, കുന്നമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ ഗിരീഷ് MK, കൌൺസിലർ ഷാനിയ, ദിൽജിത്ത് M, ഷംനാഥ് തുടങ്ങിയവരും സംസാരിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കായി സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചിത്രം വരച്ചും പാട്ടുപാടിയും സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് അസോസിയേഷനാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിക്കുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ ചിത്രം വരച്ചും പാട്ടുപാടിയും സാംസ്കാരിക കൂട്ടായ്മ. സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയും വർഗീയ ഫാസിസ്റ്റ് ഗുണ്ട വിളയാട്ടത്തിനുമെതിരെ കേരള സ്റ്റേറ്റ് സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് പബ്ലിക് ലൈബ്രറി പരിസരത്ത് സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഗാനസന്ധ്യ, ചിത്രരചന, മാനാഞ്ചിറയിൽ കൂട്ടയോട്ടം, കൌതുക വസ്തു നിർമ്മാണം എന്നിവയും സംഘടിപ്പിച്ചു. പബ്ലിക് ലൈബ്രറി പരിസരത്ത് നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം VT സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടയോട്ടത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്തായിരുന്നു ഉദ്ഘാടനം. KSSTA ജില്ലാ പ്രസിഡന്റ് KT ദിനേശ് അധ്യക്ഷനായിരുന്നു. EM രാധാകൃഷ്ണൻ, ജാനമ്മ കുഞ്ഞുണ്ണി, VK സാബിറ, സുമിത സജീഷ് തുടങ്ങിയവരും സംസാരിച്ചു. പോസ്കോ നിയമ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലോക് ജനശക്തി പാർട്ടി ഉപവാസ സമരം നടത്തുന്നു. മാർച്ച് 16, 17 തീയതികളിൽ വയനാട് കലക്ട്രേറ്റിന് മുന്നിലാണ് ഉപവാസം. പോക്സോ നിയമത്തിൽ അകപ്പെട്ട മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുക, സൌജന്യ നിയമസഹായം അനുവദിക്കുക, പോക്സോ നിയമത്തെപ്പറ്റി ആദിവാസികൾക്കിടയിൽ ഫലപ്രദമായി ഇടപെടാതെ അവരെ നിയമലംഘനത്തിന് നയിച്ച ബന്ധപ്പെട്ട മുഴുവൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും മാതൃകാപരമായി ശിക്ഷിക്കുക, പോക്സോ നിയമം ആദിവാസി ഗോത്രവർഗ്ഗങ്ങളുടെ പാരമ്പര്യാചാരങ്ങൾക്ക് വേണ്ടി പുനഃപരിശോധിക്കുക, വേണ്ട നിയമനിർമ്മാണത്തിന് ഗവൺമെന്റ് നയം പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ലോക് ജനശക്തി പാർട്ടി ഉന്നയിക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 16, 17 തീയതികളിൽ വയനാട് കലക്ട്രേറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തും. ഇതിന്റെ ഭാഗമായി കേരള മുഖ്യമന്ത്രിക്ക് പോക്സോയിൽപ്പെട്ട മുഴുവൻ കുടുംബത്തിന്റെയും ദയാഹർജി നൽകുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള പത്രപ്രവർത്തക യൂണിയനും കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷനും നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. KUWJ ജില്ലാ പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. പുതിയ വേജ് ബോർഡ് പ്രഖ്യാപിക്കുക, ദൃശ്യമാധ്യമങ്ങളെയും വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ടിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിൽ നടക്കുന്ന മാധ്യമപ്രവർത്തകരുടെ പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ, കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. KUWJ ജില്ലാ പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. KNEF ജില്ലാ പ്രസിഡന്റ് P സുധാകരൻ അധ്യക്ഷത വഹിച്ചു. KUWJ മുൻ സംസ്ഥാന പ്രസിഡന്റ് K പ്രേമനാഥ്, ജില്ലാ സെക്രട്ടറി N രാജേഷ്, KNEF ജില്ലാ സെക്രട്ടറി VA മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് P വിപുൽനാഥ്, M ഫസലുർ റഹ്മാൻ, EP മുഹമ്മദ്, റഫീഖ് റമദാൻ, KC സനൽ, ബിജു വർഗീസ്, CV ഗോപാലകൃഷ്ണൻ, റസൽ ഷാഹുൽ, MV ഫിറോസ്, V മുഹമ്മദ് അലി, PV കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിഠായി തെരുവ് പൈതൃക സംരക്ഷണം വ്യാപാരികളെ ഒഴിപ്പിക്കാതെ ചർച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്ന് മേയർ. മിഠായി തെരുവ് തീപിടുത്തത്തിൽ സ്തുത്യർഹ സേവനമനുഷ്ഠിച്ച അഗ്നിശമന സേനാംഗങ്ങൾക്ക് നഗരത്തിന്റെ ആദരം. കള്ളുഷാപ്പ് നടത്താനുള്ള അനുവാദം സഹകരണ സംഘങ്ങൾക്ക് നൽകരുതെന്ന് കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ. അഭിഭാഷക ലോകത്തിന്റെ കുലപതിക്ക് അന്ത്യാഞ്ജലി, അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you